പറയാൻ പോകുന്നത് ഇവാലുവേഷൻ ഓഫ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് 1-2 തിയറംസ് ഒന്ന് നോക്കാനുണ്ട്. അതിനുശേഷം ഓരോ ടൈപ്പ് ഇൻറ്റഗ്രൽസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ ദ സെമി ഇൻഫിനിറ്റ് ഇൻ്റർവൽ 0 ≤ x ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to r എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിനെ ഈ വിധം എഴുതാനായിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇൻ്റഗ്രൽ 0 to ∞ എങ്ങനെ എഴുതും? 0 to r എന്ന് എഴുതും, എന്നിട്ട് r ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതും. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ലിമിറ്റ് ഓഫ് റൈറ്റ് സൈഡ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ -∞ to ∞ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതും. അതായത് ലിമിറ്റ് r1 ടെൻസ് ടു ഇൻഫിനിറ്റി -r1 to 0. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ലിമിറ്റ് r2 ടെൻസ് ടു ഇൻഫിനിറ്റി 0 to r2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതെങ്ങനെ എഴുതിയത്? -∞ to ∞ ആദ്യം എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. -∞ to 0യും 0 to ∞ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് -∞ എന്നുള്ളതിന് -r to 0 എന്ന് കൊടുത്തിട്ട് ആ -r ഇതിലേക്ക് ടെൻറ്റ് ചെയ്യിപ്പിക്കും ഇൻഫിനിറ്റിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇനി കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പഠിക്കാൻ പോവാണ്. അതായത് ദ കോഷി പ്രിൻസിപ്പൽ വാല്യൂ CPV ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഇൻ്റഗ്രൽ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി -r to r എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? -∞ to ∞ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ലിമിറ്റ് കൊടുത്തത്. ഇവിടെ അങ്ങനെയല്ല. CPV കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ -r to r എന്ന ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എഴുതിയിട്ട് ആ r-നെ എന്ത് ചെയ്യും? ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതും. അതാണ് CPV എന്ന് പറയുന്നത്. ഓക്കെ, CP ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എഴുതാം ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r to r എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്രൊവൈഡഡ് ദ സിംഗിൾ ലിമിറ്റ് എക്സിസ്റ്റ്. മറ്റേത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്താലേ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരൊറ്റ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ CPV എക്സിസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഒരു തിയറം നോക്കാം. ഇഫ് -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ് ടു A, then CPV ഇൻ്റഗ്രൽ -∞ to എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ്. -∞ to ∞ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ A എന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ CPVയുടെ വാല്യൂം എന്ത് തന്നെയായിരിക്കും? A തന്നെയായിരിക്കും. കോൺവേഴ്സ് ഫോൾസ് ആണ് കേട്ടോ. അതായത് CPV എക്സിസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എന്ത് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല? ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് കൺവെർജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ് ടു A. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എനെ നമുക്ക് എങ്ങനെ എഴുതാം? A ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് അതിലെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? -∞ to 0യും 0 to ∞ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ -∞ to 0 എങ്ങനെ എഴുതാം? ലിമിറ്റ് r1 ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r1 to 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ലിമിറ്റ് r2 ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to r2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദറ്റ് ഈസ് ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r to r എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് അതായത് ഇക്വേഷൻ 4 നമ്മളെങ്ങനെയാണ് എഴുതിയത്? ഡയറക്റ്റായിട്ട് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇനി ഇക്വേഷൻ 5 എങ്ങനെയാണ് എഴുതാൻ പോകുന്നത്? ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r to r എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ r ടെൻസ് ടു ഇൻഫിനിറ്റി -r to r സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? -r to 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to r എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ 4ഉം 5ഉം കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് എന്താണ്? സെയിം ആണ് അല്ലേ? അതായത് -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി -r to r എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 4ഉം 5ഉം കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദറ്റ് ഈസ് ഈക്വൽ ടു A. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി -r to r എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? CPV ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്.
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, ഒരു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ഏതിലേക്കാണോ കൺവെർജ് ചെയ്യുന്നത് അവിടേക്ക് തന്നെ സി പി വി ഓഫ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും കൺവെർജ് ചെയ്യും. ഇനി തിരിച്ച് സി പി ഓഫ് -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് സി പി വി ഓഫ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഡി എക്സ് കൺസിഡർ ചെയ്യുക. എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, സി പി വിയുടെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r ടു r എക്സ് ഡി എക്സ് എഴുതാം. ദറ്റ് ഈസ് ലിമിറ്റ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 -r to r ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി r²/2 -r² എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും, r²/2 -r² എന്നാണ്. അപ്പോൾ അത് 0 ആണ്. അതായത് ലിമിറ്റ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി 0 എന്നാണ് കിട്ടുക. 0ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൻസർ 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ സി പി വിയുടെ ആൻസർ എന്താണ്, 0 എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ തിരിച്ച് എന്താണ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഡി എക്സ് എന്താണെന്ന് നോക്കാം. അതിനെ നമുക്ക് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം, ലിമിറ്റ് r1 ടെൻസ് ടു ഇൻഫിനിറ്റി -r1 ടു 0 എക്സ് ഡി എക്സ് പ്ലസ് r2 ടെൻസ് ടു ഇൻഫിനിറ്റി 0 to r2 എക്സ് ഡി എക്സ് ആയിട്ട് എഴുതാം. ദറ്റ് ഈസ് ലിമിറ്റ് r1 ടെൻസ് ടു ഇൻഫിനിറ്റി എക്സിനെ നമുക്ക് x²/2 എന്ന് എഴുതാം, ലിമിറ്റ് -r1 ടു 0 എന്ന് എഴുതാം, പ്ലസ് ലിമിറ്റ് r2 ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയിട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 0 to r2 എന്ന് എഴുതുക. ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് r1 എന്നുള്ളത് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, ലിമിറ്റ് r1 ടെൻസ് ടു ഇൻഫിനിറ്റി 0 -r1² എന്നാണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞ് പ്ലസ് ലിമിറ്റ് r2 ടെൻസ് ടു ഇൻഫിനിറ്റി r2² എന്ന് വരും. രണ്ടും കൂടി എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ക്യാൻസൽ ചെയ്ത് പോവല്ല, r1 ഇൻഫിനിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ആൻസർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ സി പി വി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലിമിറ്റ് -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത തിയറം, സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അത് -∞ ടു ഇൻഫിനിറ്റി ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താ, എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫ്രോൾ എക്സ് ആൻഡ് അസ്യൂം ദാറ്റ് ദ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ്. Then integral -∞ to infinity f of x dx and integral 0 to infinity f of x dx exist. അതായത് ഒരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും, ഇൻ്റഗ്രൽ -∞ to infinity f of x dx എക്സിസ്റ്റ് ചെയ്യും. സി പി വി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സി പി വി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ രീതിയിൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യാറില്ല. അതിനുള്ള എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സി പി വി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും എക്സിസ്റ്റ് ചെയ്യും. അതായത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, സി പി വി ഓഫ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. 0 ടു ഇൻഫിനിറ്റിയുടെ ആൻസർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ആ ആൻസറിൻ്റെ പകുതി കണ്ടാൽ മതി. അതായത് ഹാഫ് ഓഫ് സി പി ഓഫ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സി പി വി എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സി പി വി എക്സിസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല എന്നല്ല, സി പി വി എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അതേ ലിമിറ്റിലേക്ക് തന്നെയാണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുക. പക്ഷേ സി പി വി എക്സിസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ഈവൺ ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. സാധാരണ രീതിയിൽ ഈവൻ ഫംഗ്ഷൻസ് എപ്പോഴും എന്തായിരിക്കും, വൈ ആക്സിസിന് സിമെട്രിക്കലായിരിക്കും. ഓക്കെ, വൈ ആക്സിസിന് സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ -r1 ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സിമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഹാഫ് ഓഫ് -r1 ടു r1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് -r1 ടു r1 എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമ്മൾ എഴുതാറില്ലേ, 2 ടൈംസ് -r1 ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സിന് എഴുതാറില്ലേ, അതുപോലെ തന്നെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് അതേപോലെ തന്നെ 0 ടു r2 എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എന്ത് എഴുതാം, ഹാഫ് ഓഫ് ഇൻ്റഗ്രൽ -r1 ടു r2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക, -r1 ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 ടു r2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഹാഫ് ഓഫ് -r1 ടു r1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഹാഫ് ഓഫ് -r2 ടു r2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -r1 ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു r2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താ എഴുതാൻ പറ്റും, -r2 ടു r2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ അങ്ങനെ എഴുതിയത്, അതായത് r1 ടു r2 ആയാലും r2 ടു r2 ആയാലും നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഒരേപോലെ തന്നെയാണ് സിമെട്രിക് ഫംഗ്ഷൻസ് ആണ്.
ഓക്കെ, ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് സിമെട്രിക്കലാണ് വൈ ആക്സിസിൽ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്, ദറ്റ് ഈസ് ഈക്വൽ ടു -r2 to r2 f(x) dx എന്ന് എഴുതിയത്. ഓക്കെ, ഇനി r1 r2 ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ലിമിറ്റ് r1 ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r1 to 0 f(x) dx പ്ലസ് ലിമിറ്റ് r2 ടെൻസ് ടു ഇൻഫിനിറ്റി 0 to r2 f(x) dx. അപ്പോൾ റൈറ്റ് സൈഡ് എങ്ങനെ വരും, ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി -r2 r f(x) dx എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, -∞ to ∞ f(x) dx. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, CPV ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി 0 to r f(x) dx എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കതിനെ ഹാഫ് ഓഫ് -r to r f(x) dx എന്ന് എഴുതാൻ പറ്റും. രണ്ട് സൈഡിലെ ലിമിറ്റ് കൊടുത്താൽ എങ്ങനെയിരിക്കും, ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to r f(x) dx ഈക്വൽ ടു ഹാഫ് ഓഫ് ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി -r to r f(x) dx. ദറ്റ് ഈസ് 0 to ∞ f(x) dx ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, 1/2 ഓഫ് CPV ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx. അടുത്ത നമ്മൾ ഒരു ടൈപ്പ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ കോഷ്യൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതായത് ഇപ്പോൾ ഒരു റാഷണൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് P(z) ഡിവൈഡഡ് ബൈ Q(z) എന്നുള്ളത്. ഓക്കെ, Q(z) നോട്ട് ഈക്വൽ ടു 0. P(z)നും Q(z)നും കോമൺ ആയിട്ട് സീറോസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ മൊത്തം ഫംഗ്ഷൻ്റെ പോൾസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, Q(z)ൻ്റെ സീറോസ് കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ Q(z)ന് റിയൽ സീറോസ് ഇല്ല എന്ന്. റിയൽ സീറോസ് ഇല്ല എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസിൽ സീറോസ് ഒന്നും കിടക്കുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ P(z) ബൈ Q(z)ന് റിയൽ പോൾസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീറോസൊക്കെ കിടക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് -r to r എന്നുള്ളത് ഒരു റിയൽ ലൈനാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, CR എന്നുള്ളൊരു കർവ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിയൽ ആക്സിസിൽ എന്ത് കിടക്കുന്നില്ല, സിംഗുലാരിറ്റീസ് ഒന്നും കിടക്കുന്നില്ല. നമ്മുടെ പോൾസ് എല്ലാം കിടക്കുന്നത് എവിടെയാണ്, ഈ അപ്പർ ഹാഫ് പ്ലെയിനിലാണെന്ന് വിചാരിക്കുക. അതായത് റിയൽ ആക്സിസിനല്ല, പക്ഷേ ഈ കർവിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സിംഗുലാരിറ്റീസ് എല്ലാം കിടക്കുന്നതെന്ന് വിചാരിക്കുക. M സീറോസ് ആണുള്ളത്. അപ്പോൾ Z1 Z2 etc. Zm സീറോസ് അപ്പർ ഹാഫ് പ്ലെയിനിലാണ് കിടക്കണമെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. -r to ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ മൊത്തം കർവിൽ ഒരു ക്ലോസ്ഡ് ഫിഗർ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് ഫിഗർ കണ്ടോ, ഇങ്ങനെ -r to r വരെ ഒരു റിയൽ ലൈൻ ഉണ്ട്, പിന്നെ ഒരു ക്ലോസ്ഡ് ഫിഗർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കർവിൻ്റെ ഉള്ളിലാണ് ഈ സിംഗുലാരിറ്റീസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഈ കർവ് വെച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ആ കർവ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആദ്യം -r to r ഇൻ്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ ടോപ്പ് പാർട്ട് ഓഫ് ദി ഹാഫ് സർക്കിളും നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോഷി റെസിഡ്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മൊത്തം ആ ക്ലോസ്ഡ് റീജിയനെ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ C എന്ന് വിളിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C f(z) dz എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് സിംഗുലർ പോയിൻറ്റ്സ് വിച്ച് ലൈ ഇൻസൈഡ് ദി കർവ് C. സിയുടെ ഉള്ളിൽ കിടക്കുന്ന സിംഗുലാരിറ്റീസിൻ്റെ എല്ലാം റെസിഡ്യൂ കണ്ട് കൂട്ടിയിട്ട് അതിന് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C f(z) dz എന്ന് കിട്ടും. ഇനി C എന്നുള്ള കർവ് ക്ലോസ്ഡ് കർവ് എങ്ങനെയാണ് കിട്ടുന്നത്, ഒന്ന് ഈ റിയൽ ആക്സിസ് ഉണ്ട്. C എന്നുള്ള ക്ലോസ്ഡ് കർവ് കിട്ടാൻ -r to r എന്നുള്ള ഒരു ലൈനും വരുന്നുണ്ട്, പിന്നെ CR എന്നുള്ളത് ഒരു ഹാഫ് സർക്കിളും വരുന്നുണ്ട്. ഓക്കെ, അത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മുടെ ക്ലോസ്ഡ് റീജിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് റിയൽ ആക്സിസിൽ സെഡിൻ്റെ വാല്യൂ എന്താ വരിക, എക്സ് ആണ് വരിക. അതായത് -r to r വരെ സെഡിൻ്റെ വാല്യൂ എക്സ് എന്നാണ് വരിക. റിയൽ ആക്സിസിൽ y എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമുക്കത് ആ C എന്നുള്ള ആ ക്ലോസ്ഡ് റീജിയനെ നമുക്ക് ക്ലോസ്ഡ് കർവിനെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ, ഇൻ്റഗ്രൽ -r to r f(x) dx പ്ലസ് ഇൻ്റഗ്രൽ ഓവർ CR f(z) dz എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ ഓവർ CR എന്ന് പറഞ്ഞാൽ ആ സെമി സർക്കിൾ. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു അതെന്തായിരിക്കും, കോഷി റെസിഡ്യൂ തിയറം പ്രകാരം ഇതെന്താണ്, 2πi ഇൻറ്റു സിഗ്മ k വാരീസ് ഫ്രം 1 to n റെസിഡ്യൂ z ഈക്വൽ ടു zk f(z) ആണ്. ലിമിറ്റ് ദറ്റ് ഈസ് ലിമിറ്റ് -r to r f(x) dx എന്ന് പറഞ്ഞാൽ എന്ത് വരും, ദറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് f of സിഗ്മ റെസിഡ്യൂ ഓഫ് f of z മൈനസ് ഇൻ്റഗ്രൽ ഓവർ CR f(z) dz എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ ലിമിറ്റ് 0 ആവുകയാണെങ്കിൽ, ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഇതിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ രണ്ട് ഇൻ്റഗ്രൽ ഈക്വലാന്ന് എഴുതാൻ പറ്റും അല്ലേ. -r to r f(x) dx 2πi റെസിഡ്യൂ ഓഫ് f of z എന്താണെന്ന് പറയും, ഈക്വലാന്ന് പറയും. അപ്പോൾ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി കേസിൽ അതെന്ത് വരും, അതൊരു CPV ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, CPV ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx ഈക്വൽ ടു 2πi ഇൻറ്റു സിഗ്മ റെസിഡ്യൂ ഓഫ് f of z എന്ന് എഴുതാം. ഇനി ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം,
ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സി പി വിയും ഇൻ്റഗ്രലിൻ്റെ വാല്യൂം എന്താണെന്ന് പറഞ്ഞു ഈക്വലായിട്ട് വരും പറഞ്ഞു. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് എന്തായിട്ട് വരും 2πi ഇൻറ്റു സിഗ്മ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് എഴുതാം. അതുപോലെ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എങ്ങനെ എഴുതാം ഹാഫ് ഓഫ്, അതായത് 2πiൻ്റെ പകുതി എന്ന് പറയുമ്പോൾ πi റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് എന്നും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് തിയറം വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് റിസൾട്ട് വെച്ചിട്ടാണ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, റിയൽ ആക്സിസിൽ സീറോസ് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലാതെ അതിൻ്റെ അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള സീറോസ് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, സീറോസ് അല്ല പോൾസ്, അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്ന പോൾസ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ എല്ലാം റെസിഡ്യൂ കണ്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. ഓക്കെ, ഇനി 0 ടു ഇൻഫിനിറ്റി ആണ് ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, πi ഇൻറ്റു റെസിഡ്യൂ കാണും. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x² ബൈ x⁻⁶ + 1 dx. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഫ് ഓഫ് സെഡ് ഇത് ഇപ്പോൾ എക്സിലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും, z² ബൈ z⁻⁶ + 1. അപ്പോൾ അതിൻ്റെ പോൾസ് കാണാനായിട്ട് എന്താ ചെയ്യുക, സീറോസ് ഓഫ് z⁻⁶ + 1 കണ്ടാൽ മതി. സീറോസ് ഓഫ് z⁻⁶ + 1 എന്താ വരിക, z⁻⁶ + 1 = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ z⁻⁶ = -1 കിട്ടും. നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. -1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, e⁻i⁻ എന്ന് എഴുതാൻ പറ്റും. അതായത് cos π + i sin π എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -1/1/6 അതൊക്കെ എക്സ്പൊണൻഷ്യൽ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. -1നെ നമുക്ക് e⁻i⁻ എന്ന് എഴുതാൻ പറ്റുക. -1/6നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, e⁻i⁻6 എന്ന് എഴുതാൻ പറ്റും. e⁻i⁻6 എന്ന് പറഞ്ഞാൽ ഒരു സീറോ ഉണ്ടെങ്കിൽ അതിന് 2kπ ആഡ് ചെയ്താലും അത് വീണ്ടും അതിൻ്റെ സീറോസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് e⁻i⁻6നെ നമുക്ക് e⁻i⁻ + 2kπ/6 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ -1/1/6നെ നമുക്ക് എങ്ങനെ എഴുതാം, കോസ്, ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. അതായത് e⁻i⁻ എന്ന് പറഞ്ഞാൽ cos π + i sin π ആണ്. ഓക്കെ, ഈ പൈക്ക് ശരിയാണെങ്കിൽ π + 2kπനും ഇത് ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ +2kπ ആഡ് ചെയ്യാം, ഇവിടെയും +2kπ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ /6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇവിടെ കോസ് ഓഫ് ദിസ് /6 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതെങ്ങനെയാണ് വരണേ വെച്ചാൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. e⁻i⁻θ എന്ന് പറഞ്ഞാൽ cos θ + i sin θ ആണ്. ഓക്കെ, അപ്പോൾ e⁻i⁻θ/n എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി എന്താ, ഇത് whole⁻1/n എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, cos θ + i sin θ whole⁻1/n, അതായത് അതെന്ന് പറഞ്ഞാൽ cos θ/n + i sin θ/n ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ e⁻i⁻θ whole⁻1/n എന്ന് പറഞ്ഞാൽ e⁻i⁻θയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം, cos θ + i sin θ whole⁻1/n, അതായത് whole⁻1/n എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ എഴുതാം, cos θ/n + i sin θ/n, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ -1/1/6 എന്ന് പറഞ്ഞാൽ e⁻i⁻ whole⁻1/6 ആണ്. അപ്പോൾ പൈക്ക് റെഡി ആണെങ്കിൽ അത് 2kπക്കും അതെന്തായിരിക്കും കറക്റ്റായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, cos ഓഫ് π + 2kπ/6 + i sin π + 2kπ/6 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് CKനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് പോൾസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ്പൊണൻഷ്യൽ, അതായത് e⁻i⁻6 + 2kπ/6 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി കെയുടെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ് വാരി ചെയ്യുക, /6 എന്ന് എഴുതിയത് കൊണ്ട് 0 1 2 3 etc 5 വരെയാണ് വാരി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഏതൊക്കെ വാല്യൂസാണ് അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുക എന്നുള്ളത് നോക്കണം. ഒന്നും തന്നെ i ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും തന്നെ എവിടെ കിടക്കുന്നില്ല, റിയൽ ആക്സിസിൽ കിടക്കുന്നില്ല. ഓക്കെ, പിന്നെ കിടക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കെക്ക് 0 കൊടുക്കുക, കെക്ക് 1 കൊടുക്കുക, കെക്ക് 2 കൊടുക്കുക, ഇങ്ങനെയുള്ള വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ e⁻i⁻ അതുപോലെ തന്നെ e⁻i⁻5π/6 ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അത് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ ആകെ 3 വാല്യൂസ് മാത്രമേ എവിടെ നിൽക്കുന്നുള്ളൂ, അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. ബാക്കിയെല്ലാം ലോവർ ഹാഫ് പ്ലെയിനിലാണ് കിടക്കുന്നത്. ഓക്കെ,
ഇനി ആർ എന്നുള്ളത്, അതായത് ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ആ സർക്കിളിൻ്റെ റേഡിയസ് ഗ്രേറ്റർ ദാൻ 1 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ പോയിൻറ്റ്സ് സി കെ ലൈ ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ സർക്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദ സെഗ്മെൻറ്റ് -r to r. അതായത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ ആറിൻ്റെ ഗ്രേറ്റർ ദാൻ 1, ഈ ആർ എന്നുള്ള ഈ റേഡിയസ് നമ്മൾ ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഏത് റേഡിയസിൻ്റെ ഉള്ളിലായാലും നമുക്ക് എന്ത് എടുക്കാൻ പറ്റും? ഇവിടെ അതിൻ്റെ സിംഗുലാരിറ്റീസ് ഈ ഉള്ളിൽ കിടക്കണു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നേരത്തെ പറഞ്ഞ തിയറം അനുസരിച്ച് ഇൻ്റഗ്രൽ -r to r f(x) dx പ്ലസ് ഇൻ്റഗ്രൽ, അതായത് ആ മൊത്തം കർവിനെ നമ്മൾ എങ്ങനെയാണ്, ഒന്ന് റിയൽ ആക്സിസ് ഉണ്ട്, പിന്നെ ഒന്ന് കർവ്ഡ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്. അപ്പോൾ റിയൽ ആക്സിസിനെ നമുക്ക് ഇൻ്റഗ്രൽ -r to r f(x) dx എന്ന് വിളിക്കാം, പ്ലസ് ഇൻ്റഗ്രൽ സി കെ f(z) dz ഈക്വൽ ടു, ഇതെല്ലാം കൂടി കൂട്ടിയ കോഷി റെസിഡ്യൂ തിയറപ്രകാരം നമുക്ക് എന്ത് എഴുതാം? 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. അതിൽ 3 എണ്ണമാണ് ആ കർവിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂസിനെ നമുക്ക് b0, b1, b2 എന്ന് വിളിക്കാം. അപ്പോൾ 2πi ഇൻറ്റു b0 പ്ലസ് b1 പ്ലസ് b2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഫംഗ്ഷൻ z²/z⁻6+1 ആയിരുന്നു. അപ്പോൾ അത് p(z/q(z) ഫോമിൽ എഴുതുകയാണെങ്കിൽ p(z) എന്തായിരിക്കും? z² ആയിരിക്കും. q(z) എന്തായിരിക്കും? z⁻6+1 ആയിരിക്കും. അപ്പോൾ p(ck) എന്തായിരിക്കും? അതായത് ck എന്ന് പറഞ്ഞാൽ ഏത് സിംഗുലാരിറ്റി കൊടുത്തു കഴിഞ്ഞാലും അതൊരിക്കലും എന്താവുന്നില്ല? 0 ആവുന്നില്ല. ഓക്കെ, ഒരിക്കലും 0 ആവുന്നില്ല. q(ck) എന്നുള്ളത് ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ ck+1 എന്ന് പറയുമ്പോൾ ck എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം -1 ആണ്. അപ്പോൾ -1+1 കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം 0 ആവുന്നുണ്ട്. q(z) കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും 0 ആവുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ p(z/q(z) എന്നുള്ള ഫോമിലാവുകയും അതിൽ p(z)ന് സീറോസ് ഒന്നും ഇല്ലാതിരിക്കുകയും q(z)ന് സീറോസ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. ആ പോയിൻറ്റ്സിൽ q(z) 0 അല്ലെങ്കിൽ അതിൻ്റെ റെസിഡ്യൂ കാണാനായിട്ട് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെസിഡ്യൂ അറ്റ് z = z0 p(z0) ഡിവൈഡഡ് ബൈ q(z0) എന്നുള്ളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോർമുല വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് നമ്മൾ എടുക്കുന്നത്, ഇപ്പം ആകെ 3 എണ്ണമാണ് മുകളിൽ കിടക്കണേന്ന് പറഞ്ഞത്. അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്നത് ആകെ 3 എണ്ണമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് C0ഉം C1ഉം C2 ആണ് 3 എണ്ണം മുകളിൽ കിടക്കണേന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ റെസിഡ്യൂ കാണാനുള്ള ഫോർമുല എന്താ? p(ck) ഡിവൈഡഡ് ബൈ q(ck). ck എന്ന് വിളിക്കുന്നത് റെസിഡ്യൂസിനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ck² ഡിവൈഡഡ് ബൈ pk എന്ന് പറഞ്ഞാൽ എന്താ? p(z) എന്ന് പറഞ്ഞാൽ z². p(ck) എന്ന് പറഞ്ഞാലോ ck² ഡിവൈഡഡ് ബൈ 6ck⁵. ckകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് 1/ck⁵3 എന്നത്. എല്ലാ ckകളും എന്താണ്? -1/6കളാണ് അല്ലേ? -1/1/6ൻ്റെ റൂട്ടുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ദറ്റ് ഈസ് 2πi ഇൻറ്റു എല്ലാത്തിൻ്റെയും ആൻസർ നമുക്ക് എന്താണ് കിട്ടുന്നത്? കേക്ക് 0 കൊടുക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വാല്യൂസ് C1, C2, C വാല്യൂസ് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വാല്യൂസ്. കേക്ക് e⁻i⁴ ആണ്, പിന്നത്തേന് i ആണ്, പിന്നത്തേന് e⁻i⁵ ആണ്. ഈ വാല്യൂസാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം കൊടുക്കുമ്പോൾ 1/6i എന്ന് കിട്ടും. ഓക്കെ, റെസിഡ്യൂവിൽ 1/6i എന്ന് കിട്ടും, പിന്നത്തേൽ -1/6i എന്ന് കിട്ടും, അടുത്തേൽ വീണ്ടും 1/6i എന്ന് കിട്ടും. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് π/3 എന്നാണ്. ഓക്കെ, അപ്പോൾ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് π/3 എന്നാണ്. നമുക്ക് കാണേണ്ടത് എന്താ? ഇൻ്റഗ്രൽ -r to r f(x) dx ആണ് കാണേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് π/3 മൈനസ് ഇൻ്റഗ്രൽ ഓവർ CR f(z) dz നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -r to r f(x) dx = π/3 മൈനസ് ഇൻ്റഗ്രൽ ഓവർ CR f(z) dz. ഇനി ഇൻ്റഗ്രൽ ഓവർ CR f(z) dz എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ആ കർവ് ഹാഫ് സർക്കിളിൽ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. ആ 0 എങ്ങനെ വരണമെന്നുള്ളത് പിന്നീട് പറയാം കേട്ടോ. അത് 0 ആയിട്ടാണ് വരുന്നത്. അതായത് ഈ സംഭവം 0 ആണ് വരുന്നത്. 0 വരുന്നത് എങ്ങനെയാണെന്ന് പിന്നീട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ -r to r f(x) dx എന്നുള്ളത് എന്ത് കിട്ടി? π/3 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ വാല്യൂ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി എന്താണെന്ന് നോക്കുകയാണ്. ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r to r f(x) dx = π/3 എന്ന് കിട്ടി. അപ്പോൾ അതിനെയാണ് നമ്മൾ CPV ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx എന്ന് വിളിച്ചിരുന്നത്. അതാണ് π/3 എന്ന് കിട്ടിയത്. അപ്പോൾ CP ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ f(x) dxൻ്റെ ആൻസർ π/3 ആണെങ്കിൽ 0 to ∞ ആൻസർ എന്തായിരിക്കും? -∞ to ∞ ചെയ്ത് കഴിഞ്ഞാൽ π/3 തന്നെയാണ് വരിക.
0 to ഇൻഫിനിറ്റി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും π/6, അതായത് 1/2 ചെയ്യില്ലേ, π/6 ആണ് വരിക. ഇനി നമ്മൾ എങ്ങനെയാണ് ആ ഇൻ്റഗ്രൽ 0 ആയി എന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെയാണെന്ന് നോക്കാം. ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് ഇൻ്റഗ്രൽ ഓവർ CR f(z) dz) വാല്യൂ 0 എന്ന് കിട്ടില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ആ സർക്കിളിൽ CR എന്നുള്ളൊരു ഹാഫ് സർക്കിൾ എടുക്കുകയാണെങ്കിൽ Z എന്നുള്ളത് ആ സർക്കിളിൽ കിടക്കുന്ന പോയിൻ്റാണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, മോഡ് Z ഈക്വൽ ടു R എന്ന് പറഞ്ഞൂടെ. റേഡിയസ് R ആണെങ്കിൽ മോഡ് Z ഈക്വൽ ടു R ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡ് Z² എന്താ വരിക, R² എന്ന് എഴുതാം. Z⁻6+1 ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z⁻6 -1 എന്ന് എഴുതാൻ പറ്റും. Z⁻6 നമുക്ക് എന്ത് എഴുതാം, R⁻6, കാരണം Z എന്നുള്ളത് ആ റേഡിയസ് ആ സർക്കിളുമ്പോൾ കിടക്കുന്ന പോയിന്റ് ആണോ, അപ്പോൾ R⁻6 -1 എഴുതാം. അപ്പോൾ അത് അങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/Z⁻6+1, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/R⁻6 -1 എഴുതാൻ പറ്റും. ഇപ്പോൾ മോഡ് Z ഈക്വൽ ടു R എന്നുള്ള പോയിന്റിൽ. അപ്പോൾ മോഡ് f(z) എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താ, Z²/Z⁻6+1 ആണ്. അതിൻ്റെ മോഡുലസ് എടുക്കുക. ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു MR എന്ന് പറയാൻ പറ്റും. MR എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് കേട്ടോ. ആ സർക്കിളിൽ അതിന് എടുക്കാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ MR എന്ന് വിളിച്ചത്. അതായത് MR എന്ന് പറഞ്ഞാൽ സെഡിന് പകരം R, ഏറ്റവും മാക്സിമം ആ റേഡിയസ് അല്ലേ, അതിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ വാല്യൂ കുറവായിരിക്കും. ഏറ്റവും മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുക, സെഡിന് 6 കൊടുക്കുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക. അതായത് R²/R⁻6+1 കൊടുക്കുമ്പോഴാണ് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ, 6 - 1 കൊടുക്കുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ലേ, ഇതാണ് നമ്മളവിടെ അതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ML ഇനീക്വാളിറ്റി എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓവർ CR f(z) dz ലെസ് ദാൻ ഓർ ഈക്വൽ ടു ML ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ M ആവുകയും ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ ഓവർ CR dz വാല്യൂ L ആവുകയും ചെയ്താൽ ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ML എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ MR ആണ്, ബാക്കി ഇൻ്റഗ്രൽ ഓവർ CK dz എന്ന് എഴുതാം. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് സർക്കിളാണ്. ഹാഫ് സർക്കിൾ ആകുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തം സർക്കിളിൻ്റെ ലെങ്ത്ത് 2πr ആണ്. അപ്പോൾ പകുതി സർക്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ πr ആണ് വരിക. അപ്പോൾ MR πr എന്ന് കിട്ടി. ML ഇനീക്വാളിറ്റി വെച്ച് എഴുതുമ്പോൾ അത് MR πr എന്ന് കിട്ടി. ഓക്കെ, ഇനി MR πr എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, MR എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു R²/R⁻6 -1 ആണ്. അതിനെ πr കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് πr⁻⁴/R⁻6 -1 ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ പവറാണ് കൂടുതൽ. അപ്പോൾ R ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് എപ്പോഴും എവിടേക്ക് പോകും, MR ഈ മൊത്തം വാല്യൂ എവിടേക്ക് പോകും, 0യിലേക്കാണ് ടെൻറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെയും ഉദ്ദേശിച്ചുള്ളൂ. ദറ്റ് ഈസ് ലിമിറ്റ് R ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ CR f(z) വാല്യൂ 0യിലേക്കാണ് ടെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മറ്റേ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായത് π/3 എന്നായി മാറിയത്. ഇനി നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നൊരു റിസൾട്ടാണ് എന്താണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. f(z)ഉം g(z)ഉം രണ്ട് അനലറ്റിക് ഫംഗ്ഷൻസ് ആണ് ഇൻ എ റീജിയൻ കണ്ടെയ്നിങ് എ. അപ്പോൾ f(z)/g(z) എന്നുള്ളത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയാണെങ്കിൽ f(z)/g(z)ന് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറഞ്ഞാൽ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി അങ്ങനെയുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയാണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, എൽ ഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും 0/0 ഇൻഫിനിറ്റി ഫോം വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോഷ്യൻ റൂൾ ഉപയോഗിക്കരുത്. f(z)ൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണുക, g(z)ൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണുക, അതിനുശേഷം ലിമിറ്റ് കൊടുക്കുക. അതാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ലിമിറ്റ് z ടെൻസ് ടു a f'(z) ഡിവൈഡഡ് ബൈ g'(z) അതിനുശേഷം ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി dx/x⁴ + a⁴ if a greater than 0. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 1/x⁴ + a⁴ എന്നുള്ളത് ഒരു ഈവൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി dx/x⁴ + a⁴ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഹാഫ് ഓഫ് CPV ഓഫ് ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി dx/x⁴ + a⁴ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ f(z) എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി എന്താണ്, f(x) എന്നുള്ളത് 1/x⁴ + a⁴ ആയതുകൊണ്ട് f(z)നെ നമുക്ക് എങ്ങനെ എഴുതാം, 1/z⁴ + a⁴ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി z⁴ + a⁴ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോൾസ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് z⁴ = -a⁴ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ -a⁴ നമ്മൾ എങ്ങനെ എഴുതുക, എഴുതുന്നത് ഇങ്ങനെയാണ്, z⁴ = -a⁴ ആണ്.
ഓക്കെ, ഇതിനെ നമുക്ക് -1 ഇൻറ്റു a⁴ എന്ന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൂട്ടുകൾ കാണുമ്പോൾ എന്താ വരിക, a⁴ ഇൻറ്റു -1ൻ്റെ 4th റൂട്ടാണ് എഴുതേണ്ടത്, -1ൻ്റെ 4th റൂട്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ z⁴ ഈക്വൽ ടു a⁴ ഇൻറ്റു -1ൻ്റെ 4th റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ വരിക, -1 ഹോൾ റേസ് ടു 1/4. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, cos ഓഫ് 2n + 1 π/4 + i sin 2n + 1 π/4 എന്ന് എഴുതാൻ പറ്റും. ഇനി എയുടെ 4th പവർ എന്ന് പറയുമ്പോൾ എന്താ വരിക, എയുടെ 4th പവർ എന്ന് പറഞ്ഞാൽ a ആണ്. അങ്ങനെയാണ് z ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയത്, a ഇൻറ്റു cos 2n + 1 π/4 + i sin 2n + 1 π/4 എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് cos 2n + 1 π എന്ന് എഴുതിയത്, നമുക്ക് -1 ആണ് കിട്ടേണ്ടത്. -1 വെറും 1 ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി, cos 2π + i sin 2π എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ -1 കിട്ടാനായിട്ട് കോസിൻ്റെ ഓഡ് ടേം കിട്ടണം, അതുകൊണ്ടാണ് cos 2n + 1 π എന്ന് എഴുതിയത് കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ എഴുതി. അപ്പോൾ സെഡിൻ്റെ വാല്യൂസ് കിട്ടി. ഇനി എന്നിന് ഏതൊക്കെ വാല്യൂസാണ് നമ്മൾ കൊടുക്കാൻ പറ്റുക, 0, 1, 2, 3 വരെയുള്ള വാല്യൂസാണ് കൊടുക്കുക. അപ്പോൾ ഓരോന്നും കൊടുത്തിട്ട് നമ്മൾ പോൾസ് കണ്ടുപിടിക്കും. 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടണേ, 1 കൊടുക്കുമ്പോൾ എന്താ കിടക്കണേ, അത് ആ 4 വാല്യൂസാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ അവസാനം എഴുതിയിരിക്കുന്ന 2 എണ്ണം എന്തായാലും എവിടെ കിടക്കില്ല, അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കില്ല. നമുക്ക് അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കണ സീറോസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx ഈക്വൽ ടു 2πi ഇൻറ്റു നേരത്തെ തിയറി പ്രകാരം നമുക്ക് എന്തെഴുതാം, 2πi ഇൻറ്റു എന്തെഴുതാം, സം ഓഫ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എഴുതിയത്, ഡയറക്റ്റ് ആയിട്ട് ചെയ്തത്. 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ലൈ ഓൺ ദി അപ്പർ ഹാഫ് പ്ലെയിൻ. അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്ന റെസിഡ്യൂസ് ആഡ് ചെയ്തിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തിൻ്റെ ആൻസർ കിട്ടും, ഇൻ്റഗ്രൽ -∞ to ∞ f(x) dxൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ റെസിഡ്യൂസ് കാണും. റെസിഡ്യൂസ് എങ്ങനെയാണ് കാണും, റെസിഡ്യൂ ആയിട്ട്. അപ്പോൾ ഈ സിംഗുലാരിറ്റി കുറച്ച് ലെങ്തി സിംഗുലാരിറ്റിയാണ് കേട്ടോ. അപ്പോൾ ആ വാല്യൂ കൊടുക്കുക 1/z⁴ + a⁴. നമ്മൾ റെസിഡ്യൂ കാണാനുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ട്. സിമ്പിൾ പോൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക, ലിമിറ്റ് z → z0 z - z0 ഇൻറ്റു f(z). ആ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. പിന്നെ നോക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം വരും. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുമ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ്, ന്യൂമറേറ്ററിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, അവസാനം ലിമിറ്റൊക്കെ കൊടുത്ത് വരുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതേപോലെ R2 കണ്ടുപിടിക്കുക. രണ്ടാമത്തെ പോയിന്റിൽ ഏതാണോ അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്നത് അതിൻ്റെ റെസിഡ്യൂ ആണ്. അതിലും ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 റെസിഡ്യൂസ് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. ഈ 2 റെസിഡ്യൂസും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടും. ഇനി -∞ to ∞ ആണെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. 0 to ∞ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ വീണ്ടും /2 എന്ന് ചെയ്ത ആൻസർ. ഫംഗ്ഷൻ ഈവൻ ആയതുകൊണ്ടാണ് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇൻ്റഗ്രൽ -∞ to ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇൻ്റഗ്രൽ -∞ to ∞ dx/x² + a² ഇൻറ്റു x² + b² ഈക്വൽ ടു π ഇൻറ്റു a + 2b / 2ab³ ഇൻറ്റു a + b2. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ എടുത്തു, ഇവിടെ എക്സിലാണ് തന്നിരിക്കുന്നത്, f(z) ആകുമ്പോൾ സെഡിനെ റീപ്ലേസ് ചെയ്ത് എഴുതുക. അതിൻ്റെ സിംഗുലാരിറ്റീസ് എങ്ങനെയാണ് കാണുക, ഡിനോമിനേറ്ററിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ z = ±ia എന്നും കിട്ടും, z = ±ib എന്നും കിട്ടും. ഇതിൽ ഏതൊക്കെയാണ് അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്നത്, +ia എന്നുള്ളതും +ib എന്നുള്ളതുമാണ് അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുക. ബാക്കി രണ്ടും ലോവർ ഹാഫ് പ്ലെയിനിലാണ് കിടക്കുക. ഇനി നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഇത് ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ -∞ to ∞ dx / x² + a² ഇൻറ്റു x² + b² dx is equal to 2πi ഇൻറ്റു സം ആണ് കേട്ടോ, മൈനസ് അല്ല. ഇവിടെ കറക്റ്റ് ചെയ്യണം, r1 പ്ലസ് ആണ് 2πi ഇൻറ്റു r1 + r2 + r1 + എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റിലെ റെസിഡ്യൂ. അപ്പോൾ അതായത് ലിമിറ്റ് z → ia f(z), മറ്റേത് z = ib-യിലുള്ള f(z) റെസിഡ്യൂ. അപ്പോൾ റെസിഡ്യൂ കാണാനായിട്ട് ഏത് ഫോർമുല, സിമ്പിൾ പോൾ ആയതുകൊണ്ട് എന്ത് ഉപയോഗിക്കാം, ലിമിറ്റ് z → z - a ഇൻറ്റു f(z) എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യത്തെ പോയിന്റിലെ റെസിഡ്യൂ കൊണ്ടു, രണ്ടാമത്തെ പോയിന്റിലെ റെസിഡ്യൂ കൊണ്ടു, രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ. ഇനി ഇത് തന്നെ 0 to ∞ ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതാം, /2 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ. ഓക്കെ.